നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. എല്ലാവർക്കും നമസ്കാരം. ഇനി ലാലേജി വെയിറ്റ് ചെയ്യണോ? തുടങ്ങാവോ? ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. എഴുന്നേറ്റ് നിൽക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥാ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മ കുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശകർ. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വസുധാലക്ഷണം എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വസുധാലക്ഷണം എന്ന് പറയുമ്പം വീടിരിക്കുന്ന ഭൂമി, ആ വസ്തു അല്ലെങ്കിൽ സ്ഥലവുമായി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വസുധാലക്ഷണത്തിൽ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് കണ്ടിന്യൂ ചെയ്യാം. ഞാനും പ്രസന്റ് ചെയ്യാം. എല്ലാവർക്കും സ്ക്രീനിൽ അതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് വരച്ചിരിക്കുന്ന കാണാമല്ലോ അല്ലേ? ആർക്കെങ്കിലും കാണുന്നില്ലെങ്കിൽ പറയണം. ഹലോ, ഓക്കെ ഓക്കെ, ശരി. അത് നേരത്തെ ചോദിച്ചില്ലേ, ചിലപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിക്കുന്നത്. എല്ലാ ക്ലാസ്സും ആദ്യം ചോദിക്കും. അപ്പം ഇത് നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണിത്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾക്കറിയാം 4 ദിശകൾ, കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്. 4 കോണുകൾ, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്. ഈ കോണുകൾക്ക് വേറൊരു പേരുമുണ്ട്. അത് മിക്കവാറും എല്ലാവർക്കും അറിയാം. എന്നാലും ആരെങ്കിലും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് ഇടുന്നത്, അത് മനസ്സിലാക്കാനായിട്ട്. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്, 4 ദിശകൾ. അതിൽ സൗത്ത് ഈസ്റ്റ്, ആ തെക്ക് കിഴക്കേ മൂല, തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് അഗ്നിമൂല എന്ന് പറയുന്നത്. അറിയാവുന്നവരെ എഴുതേണ്ട ആവശ്യമില്ല. ആരെങ്കിലും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്നിമൂലയാണ്. അതുപോലെ സൗത്ത് വെസ്റ്റിനെ കന്നിമൂല എന്നും പറയും, അല്ലെങ്കിൽ നിരുതി മൂല എന്ന് രണ്ട് പേരും പറയും. സാധാരണ പറയുന്നത് കന്നിമൂല എന്നാണ് സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് മൂല. നിരുതി മൂല എന്നും ചിലർ പറയാറുണ്ട്. നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വായുമൂല, നോർത്ത് വെസ്റ്റിന് വായുമൂല എന്ന് പറയും. അതുപോലെ നോർത്ത് ഈസ്റ്റ് ഈശാനുമൂല. ഈ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഓരോ പ്രാവശ്യവും സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വായുമൂല, കന്നിമൂല എന്നൊക്കെ പറഞ്ഞാലും ഏതാണ് കന്നിമൂല ഏതാണ് വായുമൂല എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ആർക്കെങ്കിലും വരച്ചു കാണുന്ന വിചാരിക്കുന്നു. വരയ്ക്കണം നിർബന്ധമില്ല, അറിയാവുന്നവർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും വരയ്ക്കുന്നവരാരെങ്കിലും വരച്ച് കഴിയാതുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. വരച്ച് എഴുതി തീർന്നിട്ടില്ലാത്തവരുണ്ട്. ഓക്കെ, ആരുമില്ലെന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോവുകയാണ്.
അടുത്തതാണ് വീതി ലക്ഷണങ്ങളും ഫലങ്ങളും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വീതി ലക്ഷണങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമിയുടെ നിമ്നോന്നതി എന്ന് പറഞ്ഞാൽ നിമ്നം എന്ന് പറഞ്ഞാൽ താഴ്ച, ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച. നിമ്നോന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ച. അതായത് ഭൂമിയുടെ ഏത് ഭാഗം പൊങ്ങിയിരിക്കുന്നു, ഇപ്പൊ കിഴക്കുവശം പൊങ്ങി അല്ലെങ്കിൽ പൊങ്ങിയിരിക്കുന്നു, പടിഞ്ഞാറ് വശം താന്നിരിക്കുന്നു, അല്ലെങ്കിൽ തെക്ക് പൊങ്ങി വടക്ക് താന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെ വിവിധ തരത്തിൽ ഭൂമി വരാം. അതിന്റെ നിമ്നോന്നതിയെ ആസ്പദമാക്കി, അതായത് പൊക്കം ഇറക്കം ആസ്പദമാക്കി, ഭൂമിയുടെ ചരിവ് അനുസരിച്ച് ശരിക്കും ഭൂമിയെ 20 തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. ഈ നിമ്നോന്നതി അനുസരിച്ച് അല്ലെങ്കിൽ പൊക്കം പൊക്കവും താഴ്ച അനുസരിച്ച് ഭൂമിയെ 20 തരത്തിൽ തിരിച്ചിട്ടുണ്ട്. ആ 20 തരം ഏതൊക്കെയാണ് നമുക്കിപ്പോൾ നോക്കാം. ഇത് ഈ ഒരു സ്ക്വയർ പോലെ കാണിച്ചിരിക്കുന്നതാണ് ഭൂമി. ഒരു ഭൂമിയാണ്. അതിൻ്റെ ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ആരോ കാണിച്ചിരിക്കുന്നു നീല നിറത്തിൽ. ആരോ ഫേസ് ചെയ്യുന്നത്, ആരോ ഈസ്റ്റിലേക്കാണ്, അതായത് പൊക്കം കുറഞ്ഞ ഭാഗത്തോട്ടാണ് ആരോ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, ഇവിടെ താഴ്ചയാണ്, അതായത് ഈസ്റ്റ് താന്നിരിക്കുന്നു, വെസ്റ്റ് പൊങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ പടിഞ്ഞാറ് വശം പൊങ്ങിയിരിക്കുന്നു, കിഴക്ക് വശം താന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് പറയുന്ന പേര് ഗോവീഥി എന്നാണ്. പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താഴ്ന്നുമുള്ള ഭൂമിക്ക് ഗോവീഥി എന്ന് പറയും. ഇത് നല്ലതാണ്. പടിഞ്ഞാറ് പൊങ്ങിയും കിഴക്ക് താഴ്ന്നുമുള്ള ഭൂമി നല്ലതാണ്. ഇതിന് പറയുന്നത് 500 വർഷത്തെ അഭൂർത്തി. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് താമസിച്ചാൽ ആ വീട് വെച്ച് താമസിക്കുന്നവർക്ക് 500 വർഷം വരെ അഭൂർത്തി ഉണ്ടാകും എന്നാണ്. 500 വർഷം നമ്മൾ ജീവിച്ചിരിക്കുകയും നമ്മളല്ല മറ്റാരായാലും ശരി, വീട് വെച്ച് 500 വർഷം വരെ അവിടെ താമസിക്കുന്നവർക്ക് അഭൂർത്തി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നല്ല ഭൂമിയാണ്. ഗോവീഥി. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് ഭൂമി വരുന്നു ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, 4 ദിശകൾ. ഇതിങ്ങനെ ഒരു, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗം നേരത്തെ നമ്മൾ പറഞ്ഞാണ് വായുമൂല. വായുമൂലയുടെ ഭാഗം പൊങ്ങിയിരിക്കുന്നു. സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗം താന്നിരിക്കുന്നു. അപ്പോൾ ആരോ കണ്ടാൽ അറിയാം, വായുമൂല അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് പൊങ്ങിയിരിക്കുന്നു, അഗ്നിമൂല അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് താന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമി, ഉയർച്ച താഴ്ച, അങ്ങനെയുള്ള ഭൂമിക്ക് അഗ്നിവീഥി എന്നാണ് പറയുന്നത്. അഗ്നിവീഥി. അപ്പോൾ ഇതിന് 12 വർഷത്തെ അഭൂർത്തിക്ക് ശേഷം ധനനാശം എന്നാണ് അതിന് വാസ്തുശാസ്ത്രം പറയുന്നത്. അതായത് അങ്ങനെയുള്ള വീട് വെച്ച് താമസിച്ചാൽ ആദ്യത്തെ 12 വർഷം അഭൂർത്തി ഉണ്ടാകും. പക്ഷെ നമ്മൾ വീട് വയ്ക്കുന്ന 12 വർഷത്തേക്കല്ല. പക്ഷെ 12 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ വർഷം മുതൽ അവിടെ ധനനാശം, സാമ്പത്തികമായ ക്ഷീണം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകും. അതാണ് ഇതിൻ്റെ. അപ്പോൾ ശരിക്കും നമുക്ക് 12 വർഷം കഴിഞ്ഞ്, അപ്പോൾ ഇത് നല്ലതല്ല എന്നറിയാം. കാരണം 12 വർഷം കഴിഞ്ഞിട്ട് ദോഷം വരുന്നതുകൊണ്ട് നമ്മളൊരു വീട് 12 വർഷത്തേക്കല്ല, അതിൽ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇത് നല്ലതല്ല. ഇത് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് അതിൽ മാറ്റുമ്പോൾ ആരെങ്കിലും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി, വീണ്ടും കാണിക്കാം, വരയ്ക്കാനോ എഴുതാനോ ഉണ്ടെങ്കിൽ. ഇത് വടക്കുവശം പൊങ്ങിയും തെക്കുവശം താഴ്ന്നുമുള്ള ഭൂമി. വടക്കുവശം പൊങ്ങിയും തെക്കുവശം താഴ്ന്നുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് യമവീഥി എന്ന് പറയും. യമവീഥി. തെക്കുവശം യമന്റെ സ്ഥലമാണ്, യമവീഥി. അതിന് 8 വർഷത്തെ അഭൂർത്തിക്ക് ശേഷം മരണമാണെന്നാണ് ഫലം. അവിടെ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ആദ്യത്തെ 8 വർഷം വരെ അഭൂർത്തി ഉണ്ടാകും. അത് കഴിഞ്ഞ് മരണമോ അല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥകൾ. നമുക്കറിയാം, ഈ കാലും കയ്യൊന്നും അനങ്ങാൻ വയ്യാതെ ഒറ്റ കിടപ്പിൽ കിടക്കുന്ന രോഗികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്കോ അത് ഏതാണ്ട് മരണതുല്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മരണമോ അല്ലെങ്കിൽ മരണതുല്യമായ അവസ്ഥയോ ഉണ്ടാകുന്നതാണ് യമവീഥി, അവിടെ വീട് വെച്ച് താമസിച്ചാൽ. അപ്പം ഇതാണ് യമവീഥി. വടക്കുവശം പൊങ്ങിയും തെക്കുവശം താഴ്ന്നുമുള്ള ഭൂമി യമവീഥി. 8 വർഷത്തെ അഭൂർത്തിക്ക് ശേഷം മരണമാണ് ഫലം പറയുന്നത്. ഇവിടെ ഈശാനുമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്ക് പൊങ്ങിയിരിക്കുന്നു, കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് താഴ്ന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂമിക്ക് ഭൂതവീഥി എന്നാണ് പറയുന്നത്. ഈശാനുമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പൊങ്ങിയും കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് താണുമുള്ള ഭൂമിക്ക് ഭൂതവീഥി. ഇത് ദോഷകരമായ ഇതാണ്. 6 വർഷത്തെ അഭൂർത്തിക്ക് ശേഷം അർത്ഥനാശം എന്നാണ് പറയുന്നത്.
6 വർഷം വരെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിച്ച ആദ്യത്തെ 6 വർഷം അഭൂതി ഉണ്ടാവും. അത് കഴിഞ്ഞ് അർത്ഥനാശം, അവരുടെ എല്ലാ വിധത്തിലുള്ള അർത്ഥങ്ങളും അവർക്ക്, അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള സമ്പത്തും എല്ലാം ഇല്ലാതാകുന്നതാണ്, നശിക്കും. ഇത് രണ്ടും ക്ലിയർ ആയി തന്നെയായിരിക്കുന്നു. ഇത് കിഴക്ക് വശം പൊങ്ങിയും പടിഞ്ഞാറ് വശം താഴ്ന്നുമുള്ള ഭൂമി. കിഴക്ക് പൊങ്ങി പടിഞ്ഞാറ് താഴ്ന്നു. ഇത് വരുണവീഥി എന്ന് പറയും. വരുണവീഥിയിൽ 10 വർഷത്തെ നേട്ടങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം എന്നാണ്. വീട് വെച്ച് താമസിച്ചാൽ ആദ്യത്തെ 10 വർഷത്തോടെ ഗുണങ്ങൾ അല്ലെങ്കിൽ അഭൂതി ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ദാരിദ്ര്യം, അങ്ങേയറ്റം എത്ര കോടീശ്വരനായാലും ദരിദ്രനായി മാറുന്നതാണ് ഈ വരുണവീഥി. അത് ദോഷമാണ്. ഇത് അഗ്നിമൂല, തെക്ക് കിഴക്ക് ഭാഗം. അഗ്നിമൂല അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗം പൊങ്ങിയും വായുമൂല അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ് താന്നുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് നാഗവീഥി എന്ന് പറയും. ഇവിടെ 100 വർഷം വരെ അഭൂതി പറയുന്നുണ്ടെങ്കിലും പുത്രന്മാർക്ക് നല്ലതല്ലെന്നാണ്, പുത്രനാശം എന്നാണ് പറയുന്നത്. 100 വർഷത്തെ അഭൂതിയും പുത്രഹാനിയും. എത്ര 100 വർഷം അഭൂതി ഉണ്ടായാലും അഭൂതി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊക്കെ നല്ലതാണ്, അഭൂതി ഉണ്ടാകും. പക്ഷെ പുത്രന്മാർക്ക് ഒന്നുകിൽ പുത്രന്മാർ ജനിക്കാതിരിക്കുകയോ അതല്ല പുത്രന്മാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യമായ പ്രയാസങ്ങളോ അസുഖങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയൊക്കെ സാമ്പത്തികമായ അഭൂതിയൊക്കെ ഉണ്ടായാലും പുത്രന്മാർക്ക് ഹാനി വരുന്നത് നമുക്ക് നല്ലതല്ല. അപ്പോൾ ഇത് നല്ല ഭൂമിയല്ല. തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂല പൊങ്ങിയും വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂല താഴ്ന്നുമുള്ള ഭൂമി. തെക്ക് വശം പൊങ്ങിയും വടക്ക് വശം താഴ്ന്നുമുള്ള ഭൂമി. തെക്ക് പൊങ്ങിയും വടക്ക് താഴ്ന്നു. ഇതിന് ഗജവീഥി എന്ന് പറയും. ഇത് നല്ലതാണ്. ഇതിന് 100 വർഷത്തെ അഭൂതിയും ധനാഗമവുമാണ്. 100 വർഷം വരെ അങ്ങനെ വീടുകളിൽ താമസിക്കുന്നവർക്ക് 100 വർഷം വരെ അഭൂതി ഉണ്ടാകും. അവിടെ താമസിക്കുന്നവർക്ക് 100 വർഷം ഇപ്പൊ താമസിക്കുന്നവരല്ല, പിന്നെ ഇപ്പൊ 10 കൊല്ലം ഇപ്പൊ താമസിക്കുന്നവർ വന്നു, അത് കഴിഞ്ഞ് വേറെ ആൾ വന്നാലും അവർക്കും അഭൂതിയാണ്. ആ വീട് വെച്ച് അവിടെ താമസം തുടങ്ങിയിട്ട് 100 വർഷം വരെ അവിടെ ആർക്കൊക്കെ താമസിക്കുന്ന അവർക്കെല്ലാം അവിടെ അഭൂതി ഉണ്ടാകും. അതുപോലെ സാമ്പത്തികമായ ഉയർച്ച, ധനാഗമം, അത് നല്ല റിസൾട്ടാണ് ഗജവീഥി. ഇത് തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗം പൊങ്ങിയും വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന്യമൂലയുടെ ഭാഗം താഴ്ന്നുമിരിക്കുന്നു. ഏറ്റവും നല്ല ഭൂമി, ഈ താഴ്ച പൊക്കം അനുസരിച്ച് ഏറ്റവും നല്ല ഒരു ഭൂമിയാണിത്. കന്നിമൂല പൊങ്ങിയും ഈശാന്യമൂല താഴ്ന്നുമിരിക്കുന്നു. അതിന് ധാന്യവീഥി എന്ന് പറയും. കന്നിമൂല പൊങ്ങിയും ഈശാന്യമൂല നോർത്ത് ഈസ്റ്റ് താഴ്ന്നുമുള്ള ഭൂമിക്ക് ധാന്യവീഥി. അതിന് 1000 വർഷത്തെ അഭൂതി എന്നാണ്, അല്ലെങ്കിൽ ഐശ്വര്യം എന്നാണ്. അത് വീട് വെച്ച് അവിടെ താമസം തുടങ്ങിയാൽ അടുത്ത 1000 വർഷം വരെ അവിടെ ആരൊക്കെ താമസിക്കുന്ന അവർക്കെല്ലാം ഐശ്വര്യവും അഭൂതിയും ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ 10 എണ്ണം കഴിഞ്ഞു. ഞാൻ ആ 20 തരത്തിലുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞു. അടുത്തിലോട്ട് പോവാണ്. അല്ലെ 8 എണ്ണം കഴിഞ്ഞു. 8 എണ്ണം കഴിഞ്ഞു. അടുത്തത് ശ്രദ്ധിക്കുന്നു, നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തോന്നും വടക്ക് പടിഞ്ഞാറ് പൊങ്ങിയും തെക്ക് കിഴക്ക് താഴ്ന്നു. അവിടെ അങ്ങനെയല്ല. ആരോ ശ്രദ്ധിക്കുക, കിഴക്കിൻ്റെയും തെക്ക് കിഴക്കിൻ്റെയും മധ്യമാണ് താഴ്ന്നിരിക്കുന്നത്. ആരോ ചെല്ലുന്നത് നേരെ തെക്ക് കിഴക്കേ മൂലയിലോട്ടല്ല, തെക്ക് കിഴക്കേ മൂലയിൻ്റെയും കിഴക്കിൻ്റെയും മധ്യത്തിലോട്ടാണ് ആരോ പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് കിഴക്കിൻ്റെയും തെക്ക് കിഴക്ക് മൂലയുടെയും മധ്യം താന്നും, അതുപോലെ പടിഞ്ഞാറിൻ്റെയും വടക്ക് പടിഞ്ഞാറ് മൂലയുടെയും മധ്യം പൊങ്ങിയിരിക്കുന്ന ഭൂമിയാണ്. പടത്തിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തെക്ക് കിഴക്കേ മൂലയുടെയും കിഴക്കിൻ്റെയും മധ്യഭാഗം താണും പടിഞ്ഞാറിൻ്റെയും വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമിയാണിത്. ഇങ്ങനെയുള്ള ഭൂമിക്ക് അബദ്ധം എന്ന് പറയും. അബദ്ധം, ഇത് ദോഷമാണ്. പരസ്പര ശത്രുതയും കലഹവും ഉണ്ടാകും. ഇങ്ങനെയുള്ള ഭൂമിയിൽ കറക്ഷനൊക്കെ ചെയ്യാതെ താമസിച്ചു കഴിഞ്ഞാൽ പരസ്പരം ആ വീട്ടിൽ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ താമസിക്കുന്നവർ തമ്മിൽ ശത്രുതയും കലഹവും ഉണ്ടാകുന്ന. ഇത് വടക്കിൻ്റെയും വടക്കു പടിഞ്ഞാറിൻ്റെയും, അതായത് വടക്കിൻ്റെയും വായുമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയും
അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. വടക്കിന്റെയും വടക്ക് പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയും തെക്കിന്റെയും തെക്ക് കിഴക്കിന്റെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. ആരോ അത് വെച്ച് കറക്റ്റായിട്ട് ഇടണം. ആരോ കെയർലെസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആരോ ഇടുന്ന കറക്റ്റായിട്ട് ആ മൂലയുടെയും ആ സെന്ററിന്റെയും മധ്യത്തിലോട്ട് തന്നെ പോയിന്റ് ചെയ്യണം. ഇതിനെ രോഗകൃത്യം എന്നാണ് ഇങ്ങനെയുള്ള ഭൂമിക്ക് പറയുന്നത്. അതായത് അവിടെ താമസിക്കുന്നവർക്ക് എന്നും രോഗമായിരിക്കും. ഒരു രോഗം മാറിയാൽ വേറെ രോഗം വരും. അങ്ങനെ എപ്പോഴും അവിടെ താമസിക്കുന്നവർക്ക് രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. രോഗങ്ങളും മനക്ലേശമാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ രോഗം വന്നുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടും മനപ്രയാസം ഉണ്ടാകും, മനക്ലേശം ഉണ്ടാകും. അങ്ങനെ രോഗങ്ങൾ തുടർച്ചയായിട്ട് രോഗങ്ങൾ ഉണ്ടാവുക, മനക്ലേശം, ഇതൊക്കെയാണ് ഈ വടക്കിന്റെയും വടക്ക് പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയും അതുപോലെ തന്നെ തെക്കിന്റെയും തെക്ക് കിഴക്കിന്റെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി രോഗകൃത്യം എന്നാണ് അങ്ങനെയുള്ള ഭൂമിയുടെ പേര്. അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ രോഗങ്ങളും മനക്ലേശവും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ വടക്കിന്റെയും വടക്ക് കിഴക്കിന്റെയും അല്ലെങ്കിൽ വടക്കിന്റെയും ഈശാന്യമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയും തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. തെക്കിന്റെയും കന്നിമൂല സൗത്ത് വെസ്റ്റ് മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് അർഗളം എന്ന് പറയും. അർഗളം. ബ്രഹ്മഹത്യ സർവനാശം എന്നാണ്. അങ്ങേയറ്റം നാശകരമായ അനുഭവമാണ് ബ്രഹ്മഹത്യയും സർവനാശവും. അവിടെ ഏറ്റവും മോശമായ ഭൂമിയാണിത്. സർവനാശം ഉണ്ടാകുന്നതാണ്. ഇത് നോക്കൂ, ഇത് ഈശാന്യമൂല നോർത്ത് ഈസ്റ്റിന്റെയും കിഴക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം, കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂലയുടെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. പടത്തിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമിയുടെ പേര് ശ്മശാനം എന്നാണ്. ഇത് ദോഷമാണ്. അതായത് വംശനാശം ഉണ്ടാകുന്നതാണ്. അവിടെ അവർ താമസിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തലമുറയ്ക്ക് ആ വീട്ടിൽ താമസിക്കാൻ ആളില്ലാതെ വരും. വംശനാശം ഉണ്ടാകും. എത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇവിടെ കിഴക്കിന്റെയും അഗ്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയിരിക്കുന്നു. കിഴക്കിന്റെയും അഗ്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയും പടിഞ്ഞാറിന്റെയും വടക്ക് പടിഞ്ഞാറിന്റെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് പൈതാമഹം എന്ന് പറയും. പൈതാമഹം. പടിഞ്ഞാറിന്റെയും വടക്ക് പടിഞ്ഞാറിന്റെയും മധ്യഭാഗം താഴ്ന്നും കിഴക്കിന്റെയും തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി പൈതാമഹം. ഇത് നല്ലതാണ്, ശുഭമാണ്. ഇങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. അടുത്തത് അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം പൊങ്ങി. അഗ്നിമൂലയുടെയും തെക്കിന്റെയും മധ്യഭാഗം പൊങ്ങിയും വായുമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. വായുമൂലയുടെയും വടക്കിന്റെയും മധ്യഭാഗം താഴ്ന്നു. ഇങ്ങനെയുള്ള ഭൂമിക്ക് സുബധം എന്നാണ് പറയുന്നത്. സുബധം. ഇത് നല്ലതാണ്, നല്ല റിസൾട്ടാണ്, അത് ശുഭമാണ്. ഓക്കെ, അടുത്ത കാണിക്കുകയാണ്. ഇവിടെ തെക്കിന്റെയും കന്നിമൂലയുടെയും മധ്യഭാഗം പൊങ്ങിയും വടക്കിന്റെയും ഈശാന്യമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് വടക്കിന്റെയും വടക്കിഴക്കിന്റെയും മധ്യഭാഗം താഴ്ന്നുമുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് ദീർഘായുസ് എന്നാണ് പറയുന്നത്. ദീർഘായുസ്. ഇത് വളരെ നല്ലതാണ്. വംശാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ദീർഘായുസ്. അതായത് വളരെ ശ്രേഷ്ഠമായ ഭൂമിയാണ്. വംശത്തിന് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്തത് ഈശാന്യമൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കിന്റെയും മധ്യഭാഗം താഴ്ന്നും കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിന്റെയും പടിഞ്ഞാറിന്റെയും മധ്യഭാഗം പൊങ്ങിയുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് പുണ്യകം എന്ന് പറയും. പുണ്യകം. ഇതും വളരെ നല്ലതാണ്, ശുഭപ്രദമാണ്. അത് മാറ്റുകയാണ്. ഇവിടെ തെക്ക് കിഴക്ക്, ഇപ്പൊ നമ്മൾ ഇതുവരെ 8 16 എണ്ണം കഴിഞ്ഞു.
ഇനി ഇത് 17ാമത്താണ്. തെക്ക് കിഴക്ക് ഭാഗം താഴ്ന്നും മറ്റെല്ലാ ഭാഗവും, അതായത് തെക്ക് കിഴക്ക് മൂല, അഗ്നിമൂലയുടെ ഭാഗം താഴ്ന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. നോക്കുക, തെക്ക് കിഴക്ക് ഭാഗത്തോടാണ് എല്ലാവരും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം അല്ലെ അഗ്നിമൂലയുടെ ഭാഗം താഴ്ന്നിരിക്കുന്നു, ബാക്കി എല്ലാ ഭാഗവും പൊങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭൂമി നല്ലതല്ല. ഇതിന് ശ്വേനകം എന്നാണ് പറയുന്നത്. ശ്വേനകം. അത് നാശവും മരണവുമാണ് എൻ്റെ റിസൾട്ട് പറയുന്നത്. അതിൻ്റെ ഫലം ഇങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചാൽ, അത് കറക്റ്റ് ചെയ്യാതെ വീട് വെച്ച് താമസിച്ചാൽ നാശവും മരണവും. അടുത്തത് കന്നിമൂലയുടെ ഭാഗം താഴ്ന്ന്, കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, കന്നിമൂലയുടെ ഭാഗം താഴ്ന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. ഇത് വളരെ മോശമാണ്. ശ്വമുഖം എന്നാണ് ഇതിന് പറയുന്നത്. ശ്വമുഖം. ദാരിദ്ര്യം, അങ്ങേയറ്റം ദാരിദ്ര്യം. എത്ര കോടീശ്വരനായാലും അവിടെ താമസിച്ച് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് കുത്തുവാള എടുക്കുന്നതാണ്, ദാരിദ്ര്യമാകുന്നതാണ്. കന്നിമൂലയുടെ ഭാഗം താഴ്ന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. ഓക്കെ, കഴിഞ്ഞു വിചാരിക്കുന്നു. അടുത്തത് വായുമൂലയുടെ ഭാഗം താഴ്ന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. വായുമൂലയുടെ ഭാഗം നോർത്ത് വെസ്റ്റ് താഴ്ന്നും മറ്റെല്ലാ ഭാഗവും പൊങ്ങിയുള്ള ഭൂമി. ഇങ്ങനെയുള്ള ഭൂമിക്ക് ബ്രഹ്മഘനം എന്നാണ് പേര്. ബ്രഹ്മഘനം. ഇവിടെ ഇത് നല്ലതല്ല. ഇവിടെ വിടുന്ന പ്രാണഭയം ഉണ്ടാകുന്നതാണ്. മരണഭയം, പ്രാണഭയം ഉണ്ടാകുന്നതാണ്. അടുത്തത് നല്ല ഒരിതാണ്. അതായത് വടക്ക് കിഴക്കൽ ഈശാന്യമൂലയുടെ ഭാഗം താഴ്ന്നും മറ്റെല്ലാ ഭാഗങ്ങളും പൊങ്ങിയുള്ള ഭൂമി. ഇവിടെ നമുക്ക് ഈശാന്യമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് താന്നിരിക്കുന്നു, മറ്റെല്ലാ ഭാഗവും പൊങ്ങി. ഇത് വളരെ നല്ല ശ്രേഷ്ഠമായ ഇതാണ്. ഇതിന് സ്തണ്ടിലം എന്നാണ് ഇങ്ങനെയുള്ള ഭൂമിക്ക് പേര് പറയുന്നത്. സ്തണ്ടിലം. ഇത് വളരെ ഉത്തമമാണ്, നല്ല ഭൂമിയാണ്. അപ്പോൾ നമ്മൾ 20 തരത്തിലുള്ള ഭൂമിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. ഈ 20 തരത്തിലുള്ള ഭൂമിയുടെ നിമ്നോന്നതി അല്ലെങ്കിൽ പൊക്കം താഴ്ച ഇതനുസരിച്ച് ഇങ്ങനെ ഭൂമി 20ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇത് നമ്മൾ പിന്നെ ഭൂമിയുടെ തന്നെ വീണ്ടും വരുവാണ്. ഭൂമിയിൽ ഇതൊരു റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഭൂമിയാണ്. റെക്ടാങ്കുലാർ ഷേപ്പിൽ തെക്ക് വടക്ക് നീളം കൂടിയും കിഴക്ക് പടിഞ്ഞാറ് നീളം കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. നോക്കുക, ശ്രദ്ധിക്കുക. തെക്ക് വടക്ക് ഭാഗം അല്ലെങ്കിൽ നീളം കൂടിയ ഭാഗം തെക്ക് വടക്കും നീളം കുറഞ്ഞ ഭാഗം കിഴക്ക് പടിഞ്ഞാറും. ഇത് നല്ലതാണ്. ഏറ്റവും നല്ലത് നമുക്കറിയാം സ്ക്വയർ ഷേപ്പാണ്. ഒരു വീടിന് ഒരു പുരയിടത്തിന് അല്ലെങ്കിൽ വാസ്തു മണ്ഡലത്തിന് ഏറ്റവും ഉത്തമമായ ആകൃതി എന്ന് പറയുന്നത് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആണ്. ഇവിടെ റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ ആണെങ്കിൽ, ദീർഘചതുരം ആണെങ്കിൽ തെക്ക് വടക്ക് നീളം കൂടിയിരിക്കണം. കിഴക്ക് പടിഞ്ഞാറേക്കാൾ നീളം കൂടി തെക്ക് വടക്കായിരിക്കണം. അതാണ് നല്ലത്. ഇത് ഐശ്വര്യം ഉണ്ടാവും. തെക്ക് വടക്ക് നീളം കൂടി കിഴക്ക് പടിഞ്ഞാറേക്കാൾ തെക്ക് വടക്ക് നീളം കൂടിയ ഭൂമി ഐശ്വര്യം ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചാൽ ഐശ്വര്യം ഉണ്ടാകും. ഇവിടെ നേരെ തിരിച്ചാണ്. കിഴക്ക് പടിഞ്ഞാറാണ് നീളം കൂടുതൽ. കിഴക്ക് പടിഞ്ഞാറ്. തെക്ക് വടക്ക് അളവ് കുറവാണ്. അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് അളവ് കൂടുതലും തെക്ക് വടക്ക് കുറഞ്ഞുള്ള ഭൂമി ദോഷമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ വിനാശം ഉണ്ടാകുന്നതാണ്. നാശം ഉണ്ടാകും, വിനാശം ഉണ്ടാകും. അപ്പം സ്ക്വയർ ഷേപ്പ് ഏറ്റവും നല്ലത്. റെക്ടാങ്കുലർ ഷേപ്പ് ആകാം. പക്ഷെ റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ തെക്ക് വടക്ക് നീളം കൂടി കിഴക്ക് പടിഞ്ഞാറ് നീളം കുറഞ്ഞാണ് നല്ലത്. നേരെ തിരിച്ച് കിഴക്ക് പടിഞ്ഞാറ് നീളം കൂടുതലും തെക്ക് വടക്ക് നീളം കുറവ് വരുന്നത് ദോഷമാണ്, വിനാശമാണ് ഫലം. ഇവിടെ നോക്കുക, ഇവിടെ വീതിയുടെ ഇരട്ടി കൂടുതൽ നീളം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കുക, ഇത് വീതി കുറവും നീളം നല്ല നീളമുണ്ട്. വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളം ഉണ്ടെങ്കിൽ അത് രണ്ടു വിധത്തിലും വരാം. തെക്ക് വടക്കും വരാം, കിഴക്ക് പടിഞ്ഞാറ്. എങ്ങനെയായാലും തെക്ക് വടക്ക് ദിശയിലായാലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായാലും എങ്ങനെയായാലും വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളമുള്ള വസ്തുവിന് ദണ്ഡാകൃതി എന്ന് പറയുന്നത് ദോഷമാണ്. മറ്റേ സാധനം നേരത്തെ പറഞ്ഞാൽ തെക്ക് വടക്ക് നീളം കൂടിയാൽ നല്ലതെന്ന്. പക്ഷെ തെക്ക് വടക്ക് നീളം കൂടുന്നത് മാക്സിമം ഇരട്ടി, വീതിയുടെ ഇരട്ടി വരെ ആകാം. ഇരട്ടി കൂടാൻ പാടില്ല. വീതിയുടെ ഇരട്ടി കൂടുതലായാൽ അതിന് ദണ്ഡാകൃതി എന്ന് പറയും. അത് വീതിയുടെ ഇരട്ടിയിൽ കൂടുതൽ നീളം, അത് ദോഷമാണ്, നല്ലതല്ല. ചുവന്ന നിറത്തിൽ ഇൻഡു ഇട്ടേക്കുന്നത് ദോഷമാണെന്ന് കാണിക്കാനായി. അത് ദണ്ഡാകൃതി നല്ലതല്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇത് സമചതുരം, സ്ക്വയർ. ഇതാണ് ഏറ്റവും നല്ലത്. ഭൂമിയുടെ ആകൃതി സ്ക്വയർ ആകുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ധനാഗമമാണുള്ള ഫലം പറയുന്നത്. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ത്രികോണാകൃതിയിലുള്ള ഭൂമി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അതിൻ്റെ ഇതും കൂടെ ത്രികോണാകൃതിയിലുള്ള ഭൂമി രാജഭീതിയും ധനക്ഷയവും ഉണ്ടായി. രാജഭീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ രാജാക്കന്മാരൊന്നും ഇപ്പൊ ഇല്ലെങ്കിലും നമ്മുടെ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഹയർ അതോറിറ്റി കോർപ്പറേഷനോ ഇപ്പൊ പഞ്ചായത്തിലുള്ളവർക്ക് പഞ്ചായത്തോ അങ്ങനെ അവരുമൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ അവരെ പേടിച്ചില്ല എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവരെയൊക്കെ ഭയപ്പെട്ട് കഴിയേണ്ടി വരും. ആണ് രാജഭീതി. രാജാവ് എന്നുള്ളതല്ല, രാജാവ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ഭരിക്കുന്നതൊക്കെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ മന്ത്രിമാര് അങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പൊ അവരുമായിട്ടൊക്കെ ഗവൺമെന്റുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് കോർപ്പറേഷനുമായിട്ടും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള ഇടയേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ അപ്രീതിക്ക് കാരണമായെന്ന് വരാം. അതാണ് രാജഭീതി. അതുപോലെ സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകും. ത്രികോണാകൃതി, ധനക്ഷയം. വൃത്താകൃതി നല്ലതല്ല. ഇപ്പൊ കാണിക്കുന്ന വൃത്താകൃതിയാണ്. വൃത്താകൃതിയിലുള്ള ഇത് നല്ലതല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ദാരിദ്ര്യമാണ് ഫലം. വൃത്താകൃതിയിലുള്ള വീട്ടിൽ അത് കറക്റ്റ് ചെയ്യാതെ വീട് വെച്ച് താമസിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് വില്ലിന്റെ ആകൃതി. കറക്റ്റ് ആകൃതി വില്ല് വേണമെന്നില്ല, എന്നാലും ഏതാണ്ട് ഈ ഷേപ്പിലൊക്കെ നടുഭാഗം ഈ ഷേപ്പിൽ വില്ലിന്റെ ആകൃതിയിലുള്ള ഇതാണെങ്കിൽ അത് ഭയം ഉണ്ടാക്കുന്നതാണ്. വില്ലിന്റെ ആകൃതി ഭയം ഉണ്ടാക്കും. അടുത്ത വാസ്തുവിന്റെ അംഗഹീനത്വം. ഇത് വളരെ പ്രധാന, ഓരോ അംഗങ്ങളും ഇല്ലാതെ വരുവാണെങ്കിൽ അതിന്റെ ഫലങ്ങളൊക്കെ പറഞ്ഞതാണ് വാസ്തുവിന്റെ അംഗഹീനത്വം. ബൃഹത്സംഹിതയിൽ എടുത്തിട്ടുള്ള ഭാഗമാണ്. ബൃഹത്സംഹിതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബൃഹത്സംഹിതയിലാണ് ഈ താഴോട്ട് പറയുന്ന കാര്യങ്ങൾ എടുത്തിരിക്കുന്നത്. വരാഹമിഹിരന്റെ ബൃഹത്സംഹിത. വരാഹമിഹിരനാണ് അത് അതിന്റെ രചയിതാവ് അല്ലെ എഴുതിയത്. അദ്ദേഹം എഴുതിയ ബൃഹത്സംഹിത എന്നുള്ള പുസ്തകം. അതിൽ ഒരുപാട് വേറെ വാസ്തു അല്ലാതെയും പല കാര്യങ്ങളും ജ്യോതിഷമൊക്കെ ഉണ്ട്. പക്ഷെ വാസ്തുവിനെ പറ്റിയും വളരെ കൂടുതലായിട്ട് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൃഹത്സംഹിത. അത് വരാഹമിഹിരനാണ് എഴുതിയത്. ആ ബൃഹത്സംഹിതയിൽ അതായത് AD 6-ാം നൂറ്റാണ്ടിലാണ്. AD 6-ാം നൂറ്റാണ്ടിൽ വരാഹമിഹിരൻ എഴുതിയാണ് ബൃഹത്സംഹിത. അതില് തല വടക്ക് കിഴക്ക്. ബൃഹത്സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന വാസ്തുപുരുഷന്റെ സങ്കല്പമാണ്. അത് വാസ്തുവിന്റെ അംഗഹീനത മോളി ചെയ്തിരിക്കുന്നത്. വാസ്തുപുരുഷന്റെ അംഗങ്ങൾക്ക് അംഗം എന്ന് പറഞ്ഞാൽ ഓരോ കയ്യ കാല മുതലായ അംഗങ്ങൾ അത് ഇല്ലാതെ വന്നാൽ എന്ത് വരും എന്നുള്ളതാണ്. അപ്പം വാസ്തുപുരുഷന്റെ ശരിക്ക് ബൃഹത്സംഹിതയിൽ പറയുന്നത് വാസ്തുപുരുഷന്റെ തല വടക്ക് കിഴക്കും പാദങ്ങൾ തെക്ക് പടിഞ്ഞാറും ആയിട്ട് കമന്ന് കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. അതായത് വലത്ത് കൈ അഗ്നിമൂലയിലും ഇടത് കൈ വായുമൂലയിലും. തല വടക്ക് കിഴക്ക്, പാദം തെക്ക് പടിഞ്ഞാറ്, കമഴ്ന്ന് കിടക്കുന്നു ആയിട്ടാണ് ബൃഹത്സംഹിതയിൽ പറഞ്ഞത്. ചില പുസ്തകങ്ങളിലൊക്കെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ മലന്ന് കിടക്കുന്നതായിട്ടും പറയുന്നുണ്ട് വാസ്തുപുരുഷൻ. ബൃഹത്സംഹിതയിൽ പറയുന്നത് കൂടുതൽ ഗ്രന്ഥങ്ങളിലും വാസ്തുപുരുഷൻ കമന്ന് കിടക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ തല വടക്ക് കിഴക്കും പാദം തെക്ക് പടിഞ്ഞാറുമായിട്ട് കമന്ന് കിടക്കുന്നതായിട്ടാണ് ബൃഹത്സംഹിതയിൽ വാസ്തുപുരുഷ സങ്കല്പം. ഇപ്പൊ ഇവിടെ നോക്കുക. ഇതിനകത്ത് ഇപ്പം മോൾ വശം ഈസ്റ്റ് നിർത്താൽ ഈസ്റ്റ്, സൗത്ത്. ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഒരു കട്ടിങ് ഉണ്ട് ഇവിടെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തല വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റിലും പാദം സൗത്ത് വെസ്റ്റും ആണെങ്കിൽ വലത് കൈയാണ് സൗത്ത് ഈസ്റ്റ് വരുന്നത്. വലത് കൈ. അപ്പൊ ഇപ്പൊ ഇവിടെ വാസ്തുപുരുഷന് വലത് കൈ ഇല്ല. അപ്പൊ വലത് കൈ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക നഷ്ടവും സ്ത്രീകൾ മുഖേന കഷ്ടതകളും ഉണ്ടാവും. സാമ്പത്തികമായി പ്രയാസം ഉണ്ടാകും. സ്ത്രീകൾ മുഖേന കഷ്ടത പറഞ്ഞാൽ ഒന്നുകിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗങ്ങളൊക്കെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേന എന്തെങ്കിലും പേരുദോഷം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന അങ്ങനെ സ്ത്രീകൾ മുഖേന ആ വീട്ടിൽ കഷ്ടതകൾ ഉണ്ടാവും. അതായത് വാസ്തുപുരുഷന് വലത് കൈ ഇല്ലെങ്കിൽ, വലത് കൈ ഇല്ലാത്തതാണ് ഇത് നോക്കുക. വലത് കൈയാണ് തല നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്കും പാദങ്ങൾ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂലയായിട്ട് കമന്ന് കിടക്കുമ്പം വലത്ത് കൈയാണ് അഗ്നിമൂല വരുന്നത്. അപ്പൊ ആ അത് അവിടെ കട്ട് ചെയ്യുന്ന അതിന്റെ അർത്ഥം വാസ്തുപുരുഷന് വലത് കൈ ഇല്ല. ഇവിടെ നോക്കുക. ഇവിടെയും തല വടക്ക് കിഴക്കും പാദങ്ങൾ തെക്ക് പടിഞ്ഞാറുമാണ്. അപ്പൊ വാസ്തുപുരുഷന് ഇടത് കൈ ഇല്ല. നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വായുമൂലയുടെ ഭാഗത്ത് കട്ടിങ് വരും. അങ്ങനെ വരുമ്പോൾ അതും
നോർത്ത് വെസ്റ്റ് ആണ് കട്ടിങ് വരുന്നത്. ധനനഷ്ടവും ഭക്ഷണത്തിന് ക്ഷാമവും ഉണ്ടാകുന്നതാണ്. ഭക്ഷണത്തിന് ക്ഷാമം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരുന്നുള്ളതല്ല, നല്ല രുചിയുള്ളതും അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരത്തിന് ക്ഷാമം ഉണ്ടാകും. ഇപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് നമുക്കറിയാം, ഹോട്ടലൊക്കെ കിട്ടുന്ന ആഹാരമൊന്നും അത്ര പോഷകമൊന്നും ആയിരിക്കില്ല, പല ദോഷമുള്ള പല കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഉത്തമമായ അല്ലെങ്കിൽ പോഷക സമൃദ്ധമായ അല്ലെങ്കിൽ ദോഷമൊന്നും ഇല്ലാത്ത നല്ല ആഹാരം കഴിക്കുന്നതിന് ക്ഷാമം ഉണ്ടാകും. ധനനഷ്ടവും ഭക്ഷണത്തിന് ക്ഷാമവും ഉണ്ടാകുന്നതാണ് നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വാസ്തുപുരുഷന്റെ ഇടത് കൈ ഇല്ലെങ്കിൽ. ഇവിടെ വാസ്തുപുരുഷന് തലയില്ല. വടക്ക് കിഴക്കാണ് തല, പാദം തെക്ക് പടിഞ്ഞാറാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ തലയുടെ ഭാഗമാണ് കട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ വാസ്തുപുരുഷന് ശിരസില്ല, തലയില്ല. നോർത്ത് ഈസ്റ്റ് കട്ടിങ് ആണ്. സകല ഗുണങ്ങളും ഇല്ലാതാകും. എന്തൊക്കെ ഗുണങ്ങൾ ഒരാൾക്ക് വേണോ അതൊന്നും ഇല്ലാതാകും നോർത്ത് ഈസ്റ്റ് കട്ടിങ് വരുന്നത്. ഏറ്റവും കൂടുതൽ ദോഷം സൗത്ത് വെസ്റ്റ്, ഇപ്പൊ താഴെ കാണിച്ചിരിക്കുന്ന സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ ഈ കന്നിമൂലയുടെ ഭാഗം കട്ട് വരുമ്പോഴാണ്. അതായത് പാദങ്ങളില്ല, വാസ്തുപുരുഷന് പാദങ്ങളില്ലാതെ വരുമ്പോൾ സൗത്ത് വെസ്റ്റ് കട്ടിങ് വരുന്നു. ആൺകുട്ടികൾ മരിക്കും, വീട്ടുടമസ്ഥന്റെ ശക്തി ക്ഷയിക്കും, സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും നേരത്തെ നമ്മൾ പറഞ്ഞാണ്, സൗത്ത് ഈസ്റ്റ് കട്ടിങ്ങിന് വരുന്നതാണ്. ഇവിടെയും സൗത്ത് വെസ്റ്റ് കട്ടിങ് വന്നാലും, അതായത് പാദങ്ങളില്ലാതെ വന്നാൽ, വാസ്തുപുരുഷന്റെ പാദങ്ങളില്ലാതെ വന്നാൽ ആൺകുട്ടികൾ മരിക്കുകയോ അല്ലെങ്കിൽ തത്തുല്യമായ അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യാം. ആൺകുട്ടികൾ മരിക്കും, വീട്ടുടമസ്ഥന്റെ ശക്തി ക്ഷയിക്കും, ആ വീട്ടിലെ ഉടമസ്ഥന്റെ അല്ലെങ്കിൽ കുടുംബനാഥന്റെ ശക്തി ക്ഷയിക്കും. സ്ത്രീകൾ മുഖേന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുകയോ രോഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പേരുദോഷം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇത് വാസ്തുപുരുഷന്റെ അംഗഹീനത്വം എന്ന് പറയുന്നതാണ്. അതായത് വലത് കൈയ്യ്, ഇടത് കൈയ്യ്, ശിരസ്, പാദം ഓരോന്നും ഇല്ലാതെ വരുമ്പോഴുള്ള ആ റിസൾട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, വാസ്തുപുരുഷന്റെ അംഗഹീനത്വം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഭൂപരീക്ഷണം. ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞു ഭൂപരീക്ഷണം. 6 പരീക്ഷണങ്ങളുണ്ട് ഭൂപരീക്ഷണം എന്ന് പറഞ്ഞിട്ട്. ഈ പരീക്ഷണങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ ആവശ്യമില്ല. കാരണം ഇന്നിപ്പോൾ ഭൂപരീക്ഷണമൊക്കെ നമ്മൾ പല ആഴത്തിൽ നിന്നുള്ള മണ്ണെടുത്തിട്ട് സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ കൊണ്ടുപോയി അവിടെ അതിന് ടെസ്റ്റിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ ആധുനികമായ ടെക്നോളജി, മോഡേൺ ടെക്നോളജി അവൈലബിൾ ആണ്. അപ്പം അത് അവർ ലാബിൽ നിന്ന് തന്നെ നമ്മൾ അറിയിച്ച് അവർ തന്നെ വന്നിട്ട് പല ആഴത്തിൽ നിന്നുള്ള മണ്ണെടുത്ത് അവർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ആ മണ്ണിനെ അതിൻ്റെ ഗുണം ദോഷമൊക്കെ അത് ഈ മണ്ണിൻ്റെ ഗുണദോഷ ഫലങ്ങൾ ഒരു എഞ്ചിനീയർ നോക്കിയിട്ട് അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ഏത് തരത്തിൽ വേണം എങ്ങനെ അതൊക്കെ ഡിസൈൻ ചെയ്യുന്ന പിന്നീടാണ്. അപ്പോൾ ഇത് ഭൂപരീക്ഷണം. 6 തരത്തിലുള്ള പരീക്ഷണമുണ്ട്, ഓരോന്നായിട്ട് പറയാം. ഒന്നാമത്തത്, അതായത് നമ്മളിനി കോലൊക്കെ പഠിക്കുമ്പോൾ ഒരു കോൽ എന്ന് പറഞ്ഞാൽ 72 സെൻറ്റിമീറ്ററാണ്. അത് പിന്നെ ഇപ്പം നമ്മൾ 72 സെൻറ്റിമീറ്റർ, അതായത് 72 സെൻറ്റിമീറ്റർ നീളവും 72 സെൻറ്റിമീറ്റർ വീതിയും 72 സെൻറ്റിമീറ്റർ താഴ്ചയുമുള്ള ഒരു കുഴി എടുക്കണം. അതായത് ഒരു കോൽ നീളം, ഒരു കോൽ വീതി, ഒരു കോൽ താഴ്ച, 72 സെൻറ്റിമീറ്റർ നീളം, 72 സെൻറ്റിമീറ്റർ വീതി, 72 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള ഒരു കുഴി എടുക്കുക. ആ കുഴിയിൽ വെള്ളം നിറയ്ക്കണം. ആ കുഴിയിൽ വെള്ളം നിറച്ചിട്ട് ഒരു 100 അടി എന്ന് പറഞ്ഞാൽ നമ്മുടെ 12 ഇഞ്ച് ഒരടിയല്ല, 100 സ്റ്റെപ്പ്. അത് വലിയ സ്പീഡിലും അല്ല, തീരെ പതുക്കെയല്ല, സാധാരണ നമ്മൾ നടക്കുന്ന പോലെ ഒരു 100 സ്റ്റെപ്പ് നടന്നിട്ട് തിരിച്ച് 100 സ്റ്റെപ്പ് നടന്ന് ആ സ്ഥലത്തെത്തണം. അങ്ങനെ തിരിച്ച് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് വെള്ളം അതുപോലെ നിൽക്കുകയാണ്. ഒട്ടും വെള്ളം പോയിട്ടില്ലെങ്കിൽ അത് ഉത്തമ ഭൂമിയാണ്. ഒട്ടും വെള്ളമില്ല, കംപ്ലീറ്റ് വെള്ളവും ഈ പോയി വരുന്ന ഈ 100, 200 സ്റ്റെപ്പ് നടക്കുന്ന സമയം കൊണ്ട് ഇതിനകത്തുള്ള വെള്ളം മുഴുവനും അങ്ങ് അടിയിലോട്ടങ്ങ് വാർന്നു പോയാൽ അത് അധമ ഭൂമിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഇതറിയണം. ഇപ്പം നമ്മൾ ഒരു സ്കെയിലോ എല്ലാം വെച്ച് താഴോട്ട് കുത്തി നോക്കുമ്പോൾ എത്ര ഹൈറ്റ് വെള്ളമുണ്ട്. ഇപ്പം 72 സെൻറ്റിമീറ്റർ താഴ്ചയിൽ 36 സെൻറ്റിമീറ്റർ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് പകുതി. അപ്പം അതിൽ നിന്ന് ഇതിൻ്റെ ഗുണം അല്ലെങ്കിൽ ദോഷം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ശരി, 1 ഇഞ്ച് മാത്രമേ താന്നിട്ടുള്ളെങ്കിൽ അത് നല്ലതാണ്. അപ്പം അങ്ങനെ ഈ എത്ര വെള്ളം കുറഞ്ഞിട്ടുണ്ടോ, വെള്ളം കുറയുന്നതിൻ്റെ അളവ് കൂടുന്നതോറും ഭൂമിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ ഗുണം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരു ഭൂപരീക്ഷണമാണ്. അതായത് 72 സെൻറ്റിമീറ്റർ 72 സെൻറ്റിമീറ്റർ 72 സെൻറ്റിമീറ്റർ നീളം, 72 സെൻറ്റിമീറ്റർ വീതി, 72 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള കുഴി എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് 100 അടി നടന്നിട്ട് വന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ
ലെവൽ നോക്കിയിട്ട് നമുക്ക് ആ ഭൂമിയുടെ ഗുണദോഷം പറയാൻ പറ്റും. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ 72 സെന്റിമീറ്റർ നീളം, 72 സെന്റിമീറ്റർ വീതി, 72 സെന്റിമീറ്റർ താഴ്ചയുള്ള കുഴി എടുക്കുക. കുഴി എടുത്തിട്ട് രാത്രിയിൽ വെള്ളം നിറയ്ക്കണം. രാത്രി ഒരു 10 മണിക്കൊക്കെ വെള്ളം നിറച്ചത്. ഇത് പിന്നെ മഴയുള്ള സമയത്തൊന്നും അല്ല, മഴയില്ലാത്ത ഒരുമാതിരി വേനൽ സമയത്താണ് ഈ ടെസ്റ്റുകളൊക്കെ, ഈ പരീക്ഷണങ്ങൾ ചെയ്യേണ്ടത്. അപ്പം രാത്രിയിൽ ഇത് വെള്ളം നിറയ്ക്കും. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ്, ഇപ്പം രാത്രി 10 മണിക്ക് നിറച്ചാൽ ഒരു 6 മണിക്ക്, രാവിലെ 6 മണിക്ക് വന്ന് നോക്കുമ്പോൾ ആ കുഴിയുടെ സൈഡിൽ തൊട്ട് നോക്കണം. കയ്യിൽ നനവ് അനുഭവപ്പെട്ടാൽ ഭൂമി ഉത്തമമാണ്. അതേസമയം കൈ ഡ്രൈ ആണെങ്കിൽ, നനവൊന്നുമില്ല, വളരെ ഡ്രൈ ആണെങ്കിൽ ഭൂമി നല്ലതല്ല. അതാണ് രണ്ടാമത്തെ. രാത്രിയിൽ ഈ 72 സെന്റിമീറ്റർ നീളം, വീതി, ആഴമുള്ള കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് രാത്രിയിൽ ഒരു 10 മണിയാകുമ്പോൾ നിറച്ച് വെള്ളം ഒഴിക്കുക. രാവിലെ ഒരു 6 മണിക്ക്, 8 മണിക്കൂർ സമയം കഴിഞ്ഞ് വന്ന് നോക്കുക. നോക്കുമ്പോൾ കൈകൊണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ തൊട്ട് നോക്കുക. സൈഡിൽ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊരു നനവ് അനുഭവപ്പെട്ടാൽ ഭൂമി നല്ലതാണ്. ഡ്രൈ ആയിട്ട്, നനവൊന്നുമില്ല, ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ല. ആണ് രണ്ടാമത്തെ പരീക്ഷണം. മൂന്നാമത്തത്, ഇപ്പം ഈ പറഞ്ഞ ആദ്യത്തെ രണ്ടിനും കുഴി നീളവും വീതിയും ആഴവും 72 സെന്റിമീറ്റർ വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദിശയൊന്നും പറയുന്നില്ല. പക്ഷെ മൂന്നാമത്തതിന് ഇതേ അളവിൽ കുഴി എടുക്കണം. 72 സെന്റിമീറ്റർ നീളം, 72 സെന്റിമീറ്റർ വീതി, 72 സെന്റിമീറ്റർ ആഴമുള്ള കുഴി എടുക്കണം. പക്ഷെ ആ കുഴി ദിശയ്ക്ക് സമാന്തരമായിരിക്കണം, ദിശയ്ക്ക് അഭിമുഖമായി. അതായത് അതിൻ്റെ 2 വശങ്ങൾ കറക്റ്റ് കിഴക്ക് പടിഞ്ഞാറായിരിക്കണം, മറ്റേ 2 വശങ്ങൾ കറക്റ്റ് തെക്ക് വടക്കായിരിക്കണം. അപ്പോൾ അങ്ങനെ ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള ഒരു കുഴി ഈ അളവിലെടുക്കണം. 72, 72, 72. അങ്ങനെ കുഴി ദിശയ്ക്ക് അഭിമുഖമായി എടുത്തിട്ട് അതിനകത്ത് തുമ്പപ്പൂ പോലുള്ള വെയിറ്റ് കുറഞ്ഞ എന്തെങ്കിലും പൂക്കൾ അതിനകത്ത് ഇങ്ങനെ ഇടുക. കുറച്ച് പൂക്കൾ ഇങ്ങനെ ഇടുക. അതിനകത്ത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കുറച്ച് പൂ ഇടുക. അങ്ങനെ പൂ ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഫുള്ള് വെള്ളം എടുക്കരുത്. ഒരടിയെങ്കിലും താഴ്ച, മുകളിൽ വെച്ച് ഒരടിയെങ്കിലും വെള്ളം ഇല്ലാതെ കാണണം. അങ്ങനെ അത്ര എടുക്കുക. കാരണം അല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുത്താൽ ഈ കാറ്റ് വന്ന് പൂവിനെ അനക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ ഒരടി താഴ്ചയിൽ, അപ്പോൾ അകത്തോട്ട് വലിയ കാര്യമായിട്ട് വരില്ല. അപ്പോൾ ഒരടി താഴ്ചയിൽ വെള്ളം എടുത്തിട്ട് അതിലാണ് ഈ പൂക്കൾ, ഏറ്റവും നല്ലത് തുമ്പപ്പൂവാണ്, അതിനിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വാച്ച് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഈ പൂക്കൾ പതുക്കെ ഇങ്ങനെ അനങ്ങുന്നതാണ്. അത് ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ, അല്ലെങ്കിൽ അതായത് പ്രദക്ഷിണ ദിശയിലോ, അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിലോ, ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ പതുക്കെ ഈ പൂക്കൾ ഇങ്ങനെ പതുക്കെ ചലിക്കുന്നതായിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ അടിയിലുള്ള വെള്ളം, ഭൂഗർഭ, നമ്മൾ കിണറിലൊക്കെ വെള്ളം കിട്ടുന്ന ഭൂമിയുടെ അടിയിലുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഈ കുഴിച്ച സ്ഥാനത്ത് ഭൂമിയുടെ അടിയിലുള്ള വെള്ളം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു അട്രാക്ഷൻ ഈ കുഴിയിലുള്ള വെള്ളത്തിലും വരും. അപ്പോൾ ഈ കുഴിയിലുള്ള വെള്ളവും അതുപോലെ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങും. അതേസമയം ഭൂമിക്ക് അടിയിലുള്ള വെള്ളം അപ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ ഈ വെള്ളവും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങും. അതിൻ്റെ ഒരു അട്രാക്ഷൻ, ഈ വെള്ളവുമായിട്ടുള്ള അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം പൂ എങ്ങോട്ട് കറങ്ങുന്നു നോക്കാം. അങ്ങനെ പ്രദക്ഷിണ ദിശയിൽ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ ആ ഭൂമി നല്ലതാണ്. അപ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ ആ ഭൂമി ദോഷമാണ്, മോശമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതിനകത്തുള്ളത്, ഈ കുറേ നേരം കറങ്ങിയിട്ട് ഈ പൂ എവിടെയെങ്കിലും അടിയും, അനങ്ങാതാവും. പിന്നെ അതായത് ഈ സൈഡിലോ അല്ലെങ്കിൽ മൂലയ്ക്കൊക്കെ വന്ന് അടിയും. അങ്ങനെ വരുമ്പോൾ വശങ്ങളിലാണ് ഇത് വന്ന് അടുക്കുന്നതെങ്കിൽ, അതായത് ദിക്കുകളിലാണ് അടുക്കുന്നതെങ്കിൽ ഉത്തമമാണ്. വിധിക്കുക അല്ലെങ്കിൽ മൂലകളിലാണ് ഈ പൂവെന്ന് അടിഞ്ഞു കിടക്കുന്നതെങ്കിൽ അത് നല്ലതല്ല. അപ്പം പിന്നെ കറങ്ങി അവസാനം കറക്കമൊക്കെ നിൽക്കുമ്പോൾ എവിടെയാണ് ഈ പൂക്കളും റെസ്റ്റ് ചെയ്യുന്നത് നോക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും മൂലകളിലാണെങ്കിൽ അത് ദോഷമാണ്, വശങ്ങളിലാണെങ്കിൽ നല്ലതാണ്. അതാണ് മൂന്നാമത്തത്. 6 നാലാമത്തത്, കുഴിയിൽ നിന്നും എടുത്ത മണ്ണ് തിരിച്ച് കുഴിയിലിടുക. അതിന് എപ്പോഴും നല്ല നമ്മൾ ഒരു കുഴി എടുക്കാൻ നേരത്ത് അതിൻ്റെ സൈഡിലൊരു എന്തെങ്കിലും ഒരു ഷീറ്റോ ആസ്ബസ്റ്റോ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ഷീറ്റ് ഇടുക. കാരണം അങ്ങനെ ഇട്ടില്ലെങ്കിൽ അവിടെയുള്ള മണ്ണും ഈ നമ്മൾ കുഴിയിൽ നിന്ന് എടുക്കുന്ന മണ്ണും തമ്മിൽ ചേർന്ന് വരും. അപ്പോൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ മണ്ണ് തന്നെ തിരിച്ചിടാക്കില്ല. അപ്പോൾ ഒരു ആസ്ബസ്റ്റോ ഷീറ്റ് മറ്റോ വെച്ചിട്ട് ഒരു കുഴി ഒഴിച്ചിട്ട്, നേരത്തെ പറഞ്ഞ പോലെ 72 സെന്റിമീറ്റർ നീളം, 72 സെന്റിമീറ്റർ വീതി, 72 സെന്റിമീറ്റർ ആഴത്തിലുള്ള ഒരു കുഴി എടുക്കുക. ആ കുഴിയിൽ നിന്ന് എടുക്കുന്ന മണ്ണൊക്കെ ഈ ആസ്ബസ്റ്റോ ഷീറ്റിനകത്ത് വേണം ഇടാൻ. ഇട്ട് കഴിഞ്ഞ് ആ കുഴി കുഴച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ആ മണ്ണെടുത്ത് കുഴിയിലിടുക. ആ ആസ്ബസ്റ്റോ ഷീറ്റിൻ്റെ മുകളിലുള്ള മണ്ണ് തിരിച്ചെടുത്ത് കുഴിയിലിടുക. അപ്പോൾ കറക്റ്റ് ലെവലിലാകുമ്പോഴത്തേക്ക് തീരുവാണെങ്കിൽ മധ്യമമാണ്. ഇനി ആ മണ്ണ് മുഴുവൻ ഇട്ടിട്ടും പിന്നെയും സ്ഥലം ഉണ്ട്, അപ്പോൾ ബാക്കിയുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ അതായത് അപ്പം അല്ലെങ്കിൽ മണ്ണ് അധികം വരാം.
കുഴി നിറഞ്ഞിട്ട് പിന്നെയും ബാക്കി മണ്ണ് വരികയാണ്. ബാക്കി മണ്ണ് വരികയാണെങ്കിൽ അത് ഉത്തമമാണ്. അതേസമയം ഒരു 3/4 ഭാഗം അല്ലെങ്കിൽ ആകുമ്പോഴത്തേക്ക് മണ്ണങ്ങ് തീർന്നു, പിന്നെ അങ്ങനെയുള്ളത് നല്ലതല്ല, അധമമാണ്. അതാണ് കുഴിയിൽ നിന്നും എടുത്ത മണ്ണ് തിരിച്ച് കുഴിയിലിടുമ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഭൂമിയുടെ ഉത്തമ അല്ലെങ്കിൽ ദോഷമാണോ നല്ലതാണോ നോക്കാം. 5ാമത്തെ പരീക്ഷണം, 2 കൂടെ ഉണ്ട്. 5ാമത്തെ പരീക്ഷണം, 4 ഇടങ്ങഴി മണ്ണ് അളന്ന് നോക്കി. 4 ഇടങ്ങഴി, ഇപ്പം അങ്ങനെ ഇടങ്ങഴിയൊന്നുമില്ല. അതായത് പണ്ടത്തെ കാലത്ത് 10 ഇടങ്ങഴിയാണ് ഒരു പറ, 4 നാഴി ഒരു ഇടങ്ങഴി, 10 ഇടങ്ങഴി ഒരു പറ, അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അധികാരം അത് ഉപയോഗിക്കാറില്ല. അതിൽ അങ്ങനത്തെ ഇടങ്ങഴി ഇപ്പോഴും കാണും, ചില വീടുകളിലൊക്കെ ഇടങ്ങഴിയൊക്കെ ഉണ്ട്. അങ്ങനെ 4 ഇടങ്ങഴി മണ്ണ് അളന്ന് നോക്കിയാൽ 4.54 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ ആ മണ്ണ് ഉത്തമമാണ്. 4 ഇടങ്ങഴി മണ്ണിന് അതിൻ്റെ വെയിറ്റ് നോക്കിയാൽ 4.54 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെങ്കിൽ അത് ഉത്തമമായ ഭൂമിയാണ്. അവസാനത്തെ 6ാമത്തത്, വിവിധ തരത്തിലുള്ള വിത്തുകൾ, അതായത് ഭൂമി കലപ്പ് കൊണ്ട് ഉഴുതിട്ട് വിവിധ തരം ബീജങ്ങൾ അല്ലെങ്കിൽ വിത്ത് നടണം. വിവിധ തരത്തിലുള്ള വിത്ത് നടുക. എന്നിട്ട് ഈ വിത്ത് മുളയ്ക്കുന്നത് നമ്മൾ നോക്കണം. ഈ വിത്ത് മുളയ്ക്കുന്നത് 3 ദിവസം കൊണ്ട് മുളയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ്. മുളയ്ക്കാൻ 5 ദിവസം എടുത്താൽ മധ്യമമാണ്. 7 ദിവസം കഴിഞ്ഞ് മുളയ്ക്കുന്നുണ്ടെങ്കിൽ അത് ആ ഭൂമി അധമമാണെന്നാണ്. അപ്പോൾ പല ഇനം വിത്തുകൾ ഇട്ടിട്ട് 3 ദിവസം കഴിഞ്ഞ് മുളയ്ക്കുകയാണെങ്കിൽ ഉത്തമം, 5 ദിവസം കഴിഞ്ഞ് മുള വരികയാണെങ്കിൽ മധ്യമം, 7 ദിവസം കഴിഞ്ഞാണ് മുള വരുന്നുണ്ടെങ്കിൽ അത് അധമമാണ്. അതാണ് ഫലഭൂയിഷ്ടമായ ഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ പെട്ടെന്ന് വിത്തിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കും. വിത്തിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുന്ന ഭൂമിയൊക്കെ നമ്മൾ പഠിച്ചാണ് ഈ ഉത്തമത്തിൽ. അത് ഈ പരീക്ഷണത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ 6 പരീക്ഷണങ്ങളാണ് ഭൂപരീക്ഷണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്നിപ്പോൾ ഒരു ഭൂമിയുടെ നല്ലതോ ഇതൊക്കെ നോക്കണമെങ്കിൽ ഈ പരീക്ഷണമൊന്നും ആവശ്യമില്ല. അപ്പം പിന്നെ അല്ലാതെ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ട് ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും അറിയാൻ പറ്റും. അടുത്തത് ജാങ്കര. അത് നമ്മൾ ഒരു കാര്യം ചെയ്യാം, പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ ക്ലാസ് വിടേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ 2 ഒന്ന്, ഇനിയും കുറച്ച് പേരുടെ നിങ്ങളുടെ ഈ ബാച്ചിലേക്ക് വരാനുണ്ട്. എല്ലാവരും ആയിട്ടില്ല, കുറച്ച് പേരുടെ വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ എന്നോട് ഇന്ന് ശ്രീ TP ലാൽ, എൻ്റെ ഡയറക്ടറിനെ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇനിയും കുറച്ച് പേരുടെ ഈ വരാൻ നല്ല സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു മണിക്കൂർ എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്കും ഒരു ചെറിയ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 9 മണിക്ക് ക്ലാസ്, 8:45 കഴിഞ്ഞു നമ്മൾ സാധാരണ. ഇനി അടുത്തത് അതും കൂടെ എടുക്കാം. അതും കൂടെ എടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ജാങ്കലം, സാധാരണം, അനൂപം എന്നുള്ളതുണ്ട്. അതും കൂടെ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തും. അതായത് ഭൂമിയുടെ സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ശീതോഷ്ണാവസ്ഥയൊക്കെ അനുസരിച്ച് ഭൂമിയെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജാങ്കലം. ജാങ്കലം എന്ന് പറഞ്ഞാൽ മരുപ്രദേശമാണ്, വെള്ളം ഒട്ടും കിട്ടില്ല. നല്ല ചൂടുള്ള സ്ഥലവും ഒട്ടും വെള്ളം കിട്ടാത്ത സ്ഥലവും മരുപ്രദേശമായ സ്ഥലത്തിനാണ് ജാങ്കലം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, വളരെ മോശമാണ് അങ്ങനെയുള്ള സ്ഥലം. അനൂപം എന്ന് പറഞ്ഞാൽ ഇത് നേരെ വിപരീതം, നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലം, ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലം, ഫലഭൂയിഷ്ടം, അതിനാണ് അനൂപം. ജലലഭ്യതയുള്ള, നല്ല കാലാവസ്ഥയുള്ള, ഫലവൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന സ്ഥലമാണ് അനൂപം. ഇത് രണ്ടിനും ഇടയ്ക്കുള്ളതാണ് സാധാരണം. അങ്ങേയറ്റവും മരുപ്രദേശമല്ല, വളരെ കൂടുതൽ ജലലഭ്യതയില്ല, ഒരു മധ്യമം, അതിന് സാധാരണ എന്ന് പറയും. ജാങ്കലവും അനൂപവും ഇടകലർന്ന ഭൂമി. ഇത് അങ്ങനെ 3 സ്ഥലം: ജാങ്കലം, അനൂപം, സാധാരണം. ജാങ്കലം മരുപ്രദേശമാണ്, അനൂപം ജലലഭ്യതയുള്ള, നല്ല കാലാവസ്ഥയുള്ള, ഫലവൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന സ്ഥലമാണ് അനൂപം. സാധാരണ ഇത് രണ്ടും കൂടെ ഇടകലർന്നതാണ് സാധാരണ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ നമ്മൾ നിർത്തുകയാണ്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നെടുത്തതിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയം ചോദിക്കാം. ഹലോ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ സൈഡിൽ ഒട്ടും ശബ്ദം ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് സംശയം വരും. ഓൺലൈൻ. അപ്പം എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നെടുത്തതിനുള്ള സംശയമാകാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയമാകാം. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ 2 മണിക്കൂർ എടുക്കും. ഇന്ന് നമ്മൾ കുറച്ച് ഇനി കുറച്ച് പേരുടെ ചേരാനുണ്ടെന്നുള്ളതാണ്. പിന്നെ
സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പം ക്ലാസ് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ.